ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ആറ്റുകൾ പൊങ്കാലയാണ് വരാൻ പോകുന്നത്. ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാം. അതിനു മുമ്പായിട്ട് നിങ്ങളെല്ലാവരും തന്നെ, ഈ കേൾക്കുന്ന എല്ലാവരും തന്നെ ഭഗവതിക്ക് അന്നേ ദിവസം പൊങ്കാല ഇടാനായിട്ട് ഒന്ന് ശ്രമിക്കുക. തിരുവനന്തപുരത്ത് വന്ന് പൊങ്കാല ഇടാൻ സാധിക്കുന്നില്ലെങ്കിൽ അവരവരുടെ വീട്ടിലിരുന്നെങ്കിലും ഒന്ന് പൊങ്കാല ഇട്ട് ഭഗവതിയെ പ്രാർത്ഥിക്കണം. ഇനി അതിനും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഭഗവതിയെ ഭജിക്കണം, ഭഗവതിയുടെ നാമങ്ങൾ ജപിക്കണം. എന്തിനാണ് നമ്മളിങ്ങനെ ജപിക്കുന്നത്? അതിൻ്റെ ഉത്തരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എൻ്റെ അനുഭവ കഥ നിങ്ങൾ കേട്ടോളൂ. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ആറ്റുകാൽ അമ്പലത്തിൽ പൊങ്കാല ഇടാറുണ്ട്. ആദ്യ സമയങ്ങളിലൊക്കെ മറ്റുള്ള ആളുകൾ എന്നെ കൊണ്ടുവന്ന് അവരുടെ കൂടെ വന്നിട്ടാണ് ഞാൻ പൊങ്കാല ഇട്ടുകൊണ്ടിരുന്നത്. എൻ്റെ സ്വന്തം നാട് തിരുവനന്തപുരം അല്ല, ആലപ്പുഴയാണ്. അപ്പോൾ അവിടെ നിന്നും ആളുകൾ വരും, അവരുടെ കൂട്ടത്തിൽ വരും, പൊങ്കാല ഇടും. അപ്പോൾ ഭഗവതിയോട് ഇങ്ങനെ പ്രാർത്ഥിക്കും, ഭഗവതി, എനിക്ക് പഠിച്ച ഈ തിരുവനന്തപുരം നഗരത്തിൽ എനിക്കൊരു ജോലി കിട്ടാനായിട്ട് ഭഗവതി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ എൻ്റെ പ്രാർത്ഥനയെല്ലാം ഭഗവതി കേട്ടു. ഞാൻ തിരുവനന്തപുരത്ത് വന്നു, എനിക്കിവിടെ ജോലി കിട്ടി. അപ്പോൾ ആദ്യം ഞാനിവിടെ വരുമ്പോൾ ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്, സ്വന്തമായിട്ട് വീടൊന്നുമില്ല. അങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് ആ സമയത്ത് പൊങ്കാല വരുന്നു. അപ്പോൾ എൻ്റെ കൂടെ റൂമിലുണ്ടായിരുന്ന ആളുകളെല്ലാവരും തന്നെ വേറെ വേറെ ജില്ലകളിൽ നിന്നും ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് 1-2 ദിവസം അവധി കിട്ടുന്നു. ഇവരെല്ലാവരും നാട്ടിലേക്ക് പോകുന്നു. പക്ഷേ എനിക്ക് വീട്ടിലേക്ക് പോകണ്ട, പൊങ്കാല ഇടണം. അപ്പോൾ കുറച്ച് ആളുകൾ ഹോസ്റ്റലിലുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ കൂടെ ഞാനും വരട്ടെ പൊങ്കാല ഇടാനായിട്ട്. അപ്പോൾ ഇവരൊക്കെ വലിയ ഭാവത്തിൽ എന്നോട് പറയുന്നു, അയ്യോ, ഞങ്ങളുടെ കൂടെ വന്നാൽ ശരിയാവില്ല. പിന്നെ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്, അങ്ങനെ ഞങ്ങൾക്ക് മാത്രമുള്ള സ്ഥലം മാത്രമേ കാണുകയുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ ഒരു ഒഴിവ് കഴിവൊക്കെ എന്നോട് പറയുന്നു. അപ്പം ഞാൻ ആകെ വിഷമിച്ചപ്പോൾ ഒരു തവണ ചോദിച്ചു, ഇങ്ങനൊരു അഭിപ്രായം വന്നു. പിന്നെ ഞാൻ ആരോടും ചോദിക്കാൻ പോയില്ല, മറ്റാരോടും തന്നെ ഇതിനെപ്പറ്റി ചോദിക്കാൻ പോയില്ല. ഒരാളോട് ചോദിച്ചു, അവരിങ്ങനെ അഭിപ്രായം പറഞ്ഞു. പിന്നുള്ളവരോടും ചോദിച്ചു, അവരുടെ വായിൽ നിന്ന് ഇത് കേൾക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ചോദിച്ചില്ല. എന്നിട്ട് എൻ്റെ ഹോസ്റ്റലിൻ്റെ വാതിക്കൽ ഒരു കൊച്ചൊരു കടയുണ്ട്. അവിടെ ഒരു അപ്പൂപ്പനാണ് ആ കട നടത്തുന്നത്. ആ അപ്പൂപ്പനോട് എന്നിട്ട് ചോദിച്ചു, അപ്പൂപ്പ, എനിക്ക് ഇതുപോലെ പൊങ്കാല ഇടണമെന്നുണ്ട്. ഞാൻ വീട്ടിൽ പോയിട്ട് എനിക്ക് വേണ്ട വിറകും അതും ഇതുമൊക്കെ ആയിട്ട് ഞാൻ അന്ന് ഉച്ചയാകുമ്പോഴേക്ക്, അതായത് പൊങ്കാലയുടെ തലേദിവസം ഉച്ചയാകുമ്പോഴേക്കേ വരത്തുള്ളൂ. അപ്പോൾ തിരുവനന്തപുരം നഗരമാണ്, ഒരു തുള്ളി സ്ഥലം കിട്ടില്ല. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. ഈ എല്ലാവരുടെയും കൂടെ വരുന്നു, പൊങ്കാല ഇടുന്നു എന്നുള്ളതല്ലാതെ അത്തവണ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് ജോലി കിട്ടി അങ്ങോട്ട് വന്ന് ഹോസ്റ്റലിൽ താമസിച്ചിട്ട് ഏതാണ്ട് 1-2 മാസം ആയതേ ഉള്ളൂ. അപ്പോഴാണ് ഈ പൊങ്കാല വന്നത്. അപ്പം വലിയൊരു ധാരണയൊന്നുമില്ല നഗരത്തിനെ പറ്റി. എൻ്റെ വിചാരം ഒട്ടും സ്ഥലം കിട്ടില്ല, ഞാൻ പിന്നെ എവിടെ പോകും, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ആശങ്കയൊന്നുമില്ല, കാരണം ഞാനിപ്പോൾ തിരുവനന്തപുരത്തുകാരിയായി. അപ്പോൾ അന്ന് ആ അപ്പൂപ്പനോട് എന്നിട്ട് പറഞ്ഞു, അപ്പൂപ്പ, എനിക്കിതുപോലെ സ്ഥലം ഒന്ന് പിടിച്ചു വെക്കാമോ എന്നൊക്കെ ചോദിച്ചു. കാരണം നമ്മൾ ഹോസ്റ്റലിൽ താമസിക്കുന്നു, രാത്രിയിലെങ്ങും ഹോസ്റ്റൽ നേരത്തെ പൂട്ടും. അപ്പം രാത്രിയിൽ അവിടെ പോയി നമ്മുടെ കല്ലും ഒന്നും നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല. അപ്പം പിറ്റേ ദിവസം രാവിലെ ചെല്ലുമ്പോൾ നമ്മുടെ കല്ലൊക്കെ ആരെങ്കിലും എടുത്ത് മാറ്റിയാലോ, ഇങ്ങനെയൊക്കെയുള്ള ആശങ്കയുണ്ട് അന്ന്. അപ്പോൾ അങ്ങനെ ഈ അപ്പൂപ്പനോട് പറയുന്നു. അപ്പൂപ്പൻ പറഞ്ഞു, ഒന്നും വിഷമിക്കേണ്ട മോളെ, എൻ്റെ വീട്ടുകാരൊക്കെ വന്ന് പൊങ്കാല ഇടുന്നുണ്ട്. അപ്പം മോക്കും കൂടെ ഒരു സ്ഥലം ആ കൂട്ടത്തിൽ ഒരാൾക്ക് ഉള്ള മതിയല്ലോ, അത് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് ഈ അപ്പൂപ്പൻ എനിക്കുള്ള സ്ഥലമൊക്കെ ശരിയാക്കി തരുന്നു. അപ്പോൾ പൊങ്കാലയുടെ തലേദിവസം ഒരു ഉച്ച ആയപ്പോഴേക്കും ഞാൻ വന്നു. അപ്പം പൊങ്കാലയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഭഗവതിയെ ചെന്ന് കാണണം എന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ക്രോസ് ചെയ്യാനായിട്ട് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് കിഴക്കേക്കോട്ടയ്ക്കുള്ള ബസ് കിട്ടുന്നത്. എന്നിട്ട് കിഴക്കേക്കോട്ടയിൽ ചെന്നിട്ട് പിന്നെ അവിടുന്ന് ധാരാളം ബസ്സുകളുണ്ട്, അങ്ങനെ പോകാം, ഇങ്ങനെയൊക്കെ നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ബസ് കയറാനായിട്ട് ഞാനിങ്ങനെ ക്രോസ് ചെയ്യാനായിട്ട്
നിൽക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ എന്നെ ഫോൺ വിളിച്ചു. അപ്പോൾ ഈ അമ്മയുടെ ഫോൺ എടുത്തത് കൊണ്ട് ആ സമയത്ത് വന്ന 1-2 ബസ്സുകൾ എപ്പോഴും ഇങ്ങനെ ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുമല്ലോ, ആ ബസ്സുകളെല്ലാം അങ്ങ് പോയി. അപ്പോൾ അമ്മയോട് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെല്ലുന്നത്. അങ്ങനെ അപ്പുറത്ത് ചെന്ന് നിന്ന് ഒരു ബസ് വന്നു. ആ ബസ്സിൽ ഞാൻ കയറിയിരുന്നു. അപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് എൻ്റെ തൊട്ടടുത്ത് വന്നിരുന്നു. എന്നിട്ട് ഈ ചേച്ചി എന്നോട് ചോദിക്കുകയാണ്, അമ്പലത്തിലേക്കാണോ പോകുന്നത്, എങ്ങനെയാണ് മോളെ പോകുന്നതെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കും വലിയ നിശ്ചയമൊന്നുമില്ല, എല്ലാവരും പറഞ്ഞു കിഴക്കേക്കോട്ടെ ചെന്ന് കഴിഞ്ഞാൽ ധാരാളം ബസ്സുകൾ കിട്ടും, അങ്ങനെ ആ ബസ്സിൽ കയറിയിട്ട് പോകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാനും അങ്ങനെ വിചാരിച്ചിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി ഭയങ്കര തിരക്കായിരിക്കും, അകത്ത് കയറി തൊഴാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല, അപ്പോൾ എന്താ ചെയ്യുക, അവിടെ മുറ്റത്ത് നിന്ന് ഒന്ന് തൊഴാം, അത്രയെങ്കിലും സാധിക്കുന്നെങ്കിൽ സാധിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞു. ഉടനെ ഈ ചേച്ചി എന്നോട് പറയുകയാണ്, മോളെ വിഷമിക്കണ്ട, ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ ചേച്ചി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഓഫീസിനകത്ത് ജോലി ചെയ്യുന്ന ആളാണ്. കമ്മീഷണർ ഓഫീസിലാണ് ഈ ചേച്ചി ജോലി ചെയ്യുന്നത്. ഈ ചേച്ചി ഇടുക്കിക്കാരിയാണ്. മോളെ വിഷമിക്കണ്ട, ഞാൻ ഇതുപോലെ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വരുന്നത്, അതുകൊണ്ട് എനിക്ക് പരിചയമുള്ള ധാരാളം പോലീസുകാർ അവിടെ കാണും, അപ്പം നമുക്ക് തൊഴാൻ പറ്റും എന്ന് എന്നോട് പറയുകയാണ്. അപ്പം ക്ഷേത്രത്തിൽ പോകുന്ന കാര്യവും പൊങ്കാലയിടുന്ന കാര്യമൊക്കെ ഞാൻ മറ്റുള്ളവരോട് ചോദിച്ചപ്പം എല്ലാവരും എനിക്ക് പറ്റില്ല, ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടിരിക്കുന്ന സമയത്താണ് ഈ ചേച്ചി എന്നോട് ഇങ്ങനെ പറയുന്നത്. ഈ ചേച്ചിയെ ഞാൻ കാണാനിടയായ സാഹചര്യം, എൻ്റെ അമ്മ ആ സമയത്ത് ഫോൺ വിളിച്ചില്ലായിരുന്നുവെങ്കിൽ അതിന് മുമ്പേ വന്ന ബസ്സിൽ കയറി ഞാനങ്ങ് പോകുമായിരുന്നു. അപ്പോൾ ഉടനെ അമ്മ ഫോൺ വിളിക്കുന്നു, താമസിക്കുന്നു. ഈ ചേച്ചി എൻ്റെ അതേ സീറ്റിൽ തന്നെ വന്നിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ചേച്ചിയും ഞാനും കൂടെ കിഴക്കേക്കോട്ടയിൽ ഇറങ്ങുന്നു. അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ബസ്സിൽ കയറുന്നു. ആറ്റുകാൽ അമ്പലത്തിൻ്റെ വാതിക്കൽ കൊണ്ടുവന്ന് ബസ് നിർത്തുന്നു. നോക്കുമ്പോൾ ജനലക്ഷങ്ങൾ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആയാലും തൊഴുത് തീരത്തില്ല എന്ന് തോന്നുന്ന രീതിയിൽ ജനം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ചേച്ചിയും ഞാനും കൂടെ ഈ ക്യൂവിലൊന്നും കയറാതെ നേരെ നടക്കുന്നു. അപ്പോൾ ഈ ചേച്ചി എൻ്റെ കൈക്ക് ഇങ്ങനെ മുറുക്ക പിടിച്ചു, വാ മോളെ എന്ന് പറഞ്ഞാൽ എൻ്റെ കൈക്ക് ഇങ്ങനെ മുറുക്ക പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്ന് ചെന്നപ്പോഴേക്കും കുറേ പോലീസുകാർ. അപ്പോൾ ഈ മേഡത്തിനെ കണ്ടിട്ട്, ഈ ചേച്ചിയെ കണ്ടിട്ട്, ചേച്ചി തൊഴാനാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു, തൊഴാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ആ പോന്നോളൂ എന്നും പറഞ്ഞ് ഞങ്ങളെ രണ്ടുപേരെയും കൂടെ കൊണ്ടുപോവുകയാണ്. ഞങ്ങളെ രണ്ടുപേരെയും കൂടെ കൊണ്ടുപോയിട്ട് ഈ രണ്ട് വശത്തും ക്യൂ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഭഗവതിയുടെ നട അടച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ രണ്ട് വശത്തും ക്യൂ നിൽക്കുന്നു. ഈ നടുഭാഗത്ത് കുറച്ച് സ്ഥലമുണ്ടല്ലോ, ഈ ഭണ്ഡാര ഇരിക്കുന്ന ഭാഗത്ത്, അതിലേക്ക് കയറ്റി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഭണ്ഡാരത്തിൻ്റെ മുമ്പിൽ ചെന്നിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് നട അടഞ്ഞു കിടക്കുകയാണ്. ഈ പോലീസുകാരും ഉണ്ട്. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ നമ്മളെ നോക്കുന്നുണ്ട്. ഇവരെന്താ എന്തെങ്കിലും VIP-കളാണോ എന്ന മട്ടിൽ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നമ്മളെ ഇങ്ങനെ നോക്കുന്നുണ്ട്. കാരണം ഒരു ക്യൂവിൻ്റെ ഫ്രണ്ടിലേക്കൊന്നുമല്ല നമ്മളെ കയറ്റി വിട്ടത്, ക്യൂവേ ഇല്ലാത്ത ഒരു ഭാഗത്താണ് നമ്മളെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ നിന്ന് ആ നട തുറന്ന് ഭഗവതിയുടെ ദീപാരാധനയെല്ലാം കണ്ട് എത്ര സമയം അവിടെ നിന്ന് തൊഴുതു എന്ന് എനിക്കറിയില്ല. തിരക്കില്ലാത്ത സമയത്ത് പോലും ഇത്രയും സമയം ഞാൻ നിന്ന് തൊഴുതിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭഗവതിയെ തൊഴുകയായിരുന്നോ അതോ കരയുകയായിരുന്നോ എന്ന് എനിക്കൊരു നിശ്ചയമില്ല. കാരണം ഈ തലേ ദിവസം ഞാൻ പലരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ഞാനും കൂടെ വരട്ടെ, നിങ്ങളുടെ കൂടെ ഞാനും കൂടെ പൊങ്കാല ഇടാൻ വരട്ടെ, എനിക്കും കൂടെ കുറച്ച് സ്ഥലം തരുമോ, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ആരും തന്നെ എന്നെ കൂട്ടിയില്ല. എന്നിട്ട് അവരെല്ലാവരും ഒറ്റയ്ക്ക് പോകാനായിട്ട്, കൂട്ടം കൂടി പോകാനായിട്ടൊക്കെ തീരുമാനിക്കുന്നു. ആ സമയത്താണ് ആ അപ്പൂപ്പൻ എനിക്ക് സ്ഥലം തരാമെന്ന് പറഞ്ഞത്. ഈ ചേച്ചി എന്നെയും കൊണ്ട് ഇങ്ങനെ പോയി തൊഴുന്നു. ഞാൻ ഒന്നും പ്രാർത്ഥിച്ചില്ല, അവിടെ നിന്ന് ഭഗവതിയെ കണ്ട് കരഞ്ഞു. അത്ര മാത്രമാണ് ഞാൻ ചെയ്തത്. എന്തിനാ ഇനി പ്രാർത്ഥിക്കുന്നത്? ഭഗവതിയുടെ അപാരമായ സ്നേഹമല്ലേ ലഭിച്ചത്. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? പൊങ്കാല ഇടാൻ സ്ഥലം തരുന്നു, കൈപിടിച്ച് ഒരു ചേച്ചി നമ്മളെ കൊണ്ടുപോയി തൊഴിയിക്കുന്നു. ആ ചേച്ചിയുടെ ഫോൺ നമ്പറൊക്കെ ഞാൻ മേടിച്ചായിരുന്നു. പക്ഷേ പിന്നീട് വിളിച്ചിട്ടൊന്നും ആ ചേച്ചിയെ കിട്ടിയില്ല. ആ ചേച്ചി ട്രാൻസ്ഫറായി പോയി കാണും ഇടുക്കിയിൽ, എന്തോ അറിഞ്ഞുകൂടാ. പക്ഷേ അത്ര ഭയങ്കരമായ കാരുണ്യമാണ്
അമ്മ എന്നോട് കാണിച്ചത്. ഇതുപോലെ അനുഭവങ്ങളുള്ള ധാരാളം ആളുകൾ ഉണ്ട്. അത്ര പ്രത്യക്ഷപ്പെടുന്ന ദേവിയാണ് ആറ്റുകാൽ ഭഗവതി. ഉറപ്പിച്ച് ഞാൻ പറയാം, അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ. ആരുമില്ലാത്തവർക്ക്, എല്ലാവരാലും തഴയപ്പെട്ട് നിൽക്കുന്നവർക്ക്, ഒരു പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ എങ്ങനെ സ്നേഹിക്കുന്നുവോ, എങ്ങനെ ചേർത്ത് പിടിക്കുന്നുവോ, അതേപോലെ ഭഗവതി ചേർത്ത് പിടിക്കുമെന്നുള്ളതിന് 100% ഉറപ്പാണ്. കാരണം ഓരോ പൊങ്കാല ഇടുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ഭഗവതി എനിക്ക് ഈ നഗരത്തിൽ ഒരു ജോലി ലഭിക്കണമേ, എനിക്ക് ഇവിടെ വന്ന് താമസിക്കാനുള്ള സാഹചര്യം അവിടുന്ന് എനിക്ക് ഉണ്ടാക്കി തരയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഭഗവതി അത് സാധിച്ചു തന്നു. ഇപ്പോൾ എല്ലാ വർഷവും ഞാൻ പൊങ്കാല ഇടുന്നുണ്ട്. ഭഗവതി അതിന് യാതൊരു മുടക്കവും വരുത്തുന്നില്ല. ഇപ്പോൾ ആര് വന്ന് ചോദിച്ചാലും സ്ഥലം പിടിച്ച് വെച്ചു കൊടുക്കാനായിട്ട്, പൊങ്കാല ഇടുന്നതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാപ്തി ഭഗവതി എനിക്ക് തന്നു. ഇനി തിരുവനന്തപുരം നഗരത്തിൻ്റെ മുക്കും മൂലയും എനിക്കറിയാം. എവിടെ വേണമെങ്കിലും പോയി സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഇരുന്ന് പൊങ്കാല ഇടാനുള്ള ഭാഗ്യം ഭഗവതി എനിക്ക് തരുന്നുണ്ട്. ഞാനിന്ന് തിരുവനന്തപുരത്തുകാരിയായി. പത്മനാഭൻ്റെ മുമ്പിലിരുന്ന് പൊങ്കാലയിട്ടു, പഴവങ്ങാടി ഗണപതിയുടെ മുമ്പിലിരുന്ന് പൊങ്കാലയിട്ടു, അമ്മയുടെ മുമ്പിലിരുന്ന് പൊങ്കാലയിട്ടു. അങ്ങനെ എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇന്ന് പൊങ്കാല ഇടാൻ, അതായത് 3-4 ദിവസം മുമ്പ് പോയി അടുപ്പ് കൂട്ടി ആ അടുപ്പിന് കാവലിരിക്കാൻ തക്ക രീതിയിലുള്ള പ്രാപ്തി. അതായത് ഇന്ന് ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്, മറ്റൊരു സ്ഥലത്തു നിന്നും ഞാൻ വരണ്ട, എനിക്ക് താമസിക്കുവാനൊരു വീടുണ്ട്. അപ്പം ആ രീതിയിലേക്ക് ഭഗവതി എന്നെ മാറ്റിയെടുത്തത് നാമജപം കൊണ്ട് മാത്രമാണ്. ആരുമില്ലാത്തവരെ ഒരിക്കലും ഭഗവതി ഉപേക്ഷിക്കത്തില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ. നിങ്ങളെല്ലാവരും ഭഗവതിയോട് പ്രാർത്ഥിച്ചു കൊള്ളുക. അമ്മ മഹാമായ അങ്ങേയറ്റം കാരുണ്യമുള്ളവളാണ്. തീർച്ചയായിട്ടും ഭഗവതി നിങ്ങളെ കൈ പിടിച്ച് കൊണ്ടു നടക്കും. 100% ഉറപ്പാണ്. ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു, എന്നെ വിശ്വസിക്കുക. ഭക്തിയോടുകൂടി ക്ഷമയോടുകൂടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കും. ഹരേ കൃഷ്ണ.